ഈ വീഡിയോയിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30% സ്ഥലം ഗാസയ്ക്കുള്ളിൽ IDF പിടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി ഗാസ പാലസ്തീനികൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, ഗാസ ഫുൾ ആൻഡ് ഫുൾ സീസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത് പറഞ്ഞു. കാരണം ഇതിനകത്ത് രണ്ട് വിഷയങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ ട്രംപ് നേരിടുന്ന ഒരു പ്രതിസന്ധി, അതേപോലെ തന്നെ നെതന്യാഹു ഇസ്രായേലിന്റെ ഉള്ളിൽ നേരിടുന്ന ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധി. രണ്ട് പ്രതിസന്ധികൾ ഇവിടെ ഉണ്ട്. അതിൽ ട്രംപ് കാണിച്ച പരിപാടി എന്താ പറഞ്ഞാല് അതായത് ഒരു ലീഡർഷിപ്പിനും പറ്റുന്ന പരിപാടിയല്ല. ഇതിനകത്ത് ഈ വാട്സപ്പ് പോലത്തെ അമേരിക്കയുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന വേറൊരു ചാറ്റ് ബോക്സ് ഉണ്ട്. ഈ ചാറ്റ് ബോക്സ് വൈറ്റ് ഹൗസിലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ബോക്സ് ആണ്. അപ്പൊ അതില് ലീഡർഷിപ്പിലുള്ള ആൾക്കാരും മിക്ക ആൾക്കാരും ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. ഈ ഗ്രൂപ്പില് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ന്യൂസ് പേപ്പറിന്റെ ഒരു റിപ്പോർട്ടർ, പ്രസ് റിപ്പോർട്ടറും അതിനകത്ത് ആരോ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അഡ്മിൻ ആരൊക്കെയാണ്, ഇതിൽ എന്താണ് ഇതിന്റെ കൺട്രോൾ ഒന്നും ഇല്ലാതെ ഏത് രീതിയിൽ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ ഒരു അമേരിക്കയിലുള്ള ഈ ഉദ്യോഗസ്ഥർ പെരുമാറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻക്ലൂഡിങ് JD വാൻസ് ഉൾപ്പെടെ. അപ്പൊ ഇതിനകത്ത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ ഹൂത്തികൾക്ക് നേരെ നടത്താൻ പോകുന്ന ഒരു ആക്രമണത്തെ കുറിച്ചുള്ള ചർച്ച അതിനകത്ത് വന്നത്. അപ്പൊ ആ ചർച്ചയിൽ JD വാൻസ് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യൂറോപ്പിനെ കുറിച്ച്. JD വാൻസ് ഓൾറെഡി തന്നെ യൂറോപ്പിനെ ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്ത് യൂറോപ്പിൽ തന്നെ പോയി സംസാരിച്ചിട്ട് വന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് യൂറോപ്യൻസിനെല്ലാം തന്നെ JD വാൻസിന്റെ മേളിൽ നല്ല കട്ടകലിപ്പിലാണ്. JD വാൻസ് പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ, ഹൂത്തിയുടെ മേളിൽ നമ്മൾ ഇത്രമാത്രം ചെലവാക്കി നമ്മൾ ആക്രമണം നടത്തുന്നുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വെറും 3 മുതൽ 4% മാത്രമേ റെഡ് സീയിലൂടെ ട്രേഡ് നടക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ സൂയസ് കനാലിലൂടെ ട്രേഡ് നടക്കുന്നുള്ളൂ. പക്ഷേ യൂറോപ്യൻസിന് 35% ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് യൂറോപ്യൻസിനെ അല്ലേ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് JD വാൻസ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ അറ്റ്ലാന്റിക് പത്രത്തിന്റെ പ്രസ് റിപ്പോർട്ടർ ആയിട്ടുള്ള ആളും ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അയാൾ ഇതെടുത്തു, അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അയാൾ പറയുന്നത് എന്റെ കുറ്റമൊന്നുമല്ല, എന്നെ ഗ്രൂപ്പിൽ ആരോ ചേർത്തതാണ്, എനിക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് വന്നതാണ്, ഞാൻ അങ്ങോട്ട് പോയി ചാടിക്കേറിയൊന്നുമല്ല. അങ്ങനെ ഒരു വിഷയം ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിൽ കിടന്ന് പുകയാണ്. ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിൽ കോൺഗ്രസിലെ ഡെമോക്രറ്റുകൾ എല്ലാം കൂടെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഇടപെട്ട ആൾക്കാരെല്ലാം തന്നെ രാജിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് രാജിവെക്കേണ്ടോ ഇതൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതിനകത്തൊരു ഇറസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ ഒരു പുതിയ പിള്ളേരായിട്ടുള്ള ഈ ആൾക്കാരെ മൊത്തം എടുത്തു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ട്രംപ് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് കുറച്ചുകൂടെ റെസ്പോൺസിബിലി ഡീൽ ചെയ്യാനുള്ള മാറ്റേഴ്സ് ആണ്. ഇതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പരിപാടികളൊക്കെ ഇനിയും സംഭവിക്കും. ഇത് വൻ വീഴ്ച എന്ന് പറഞ്ഞാൽ വൻ വീഴ്ചയാണ്. ഹൂത്തികളുടെ മേളിൽ നടത്താൻ പോകുന്ന ഒരു അറ്റാക്കിനെ കുറിച്ച് മുൻകൂട്ടി ഒരാൾക്കാരെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഗ്രൂപ്പിലിട്ട് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തുമാത്രം സില്ലി ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ചെറിയ കോർപ്പറേറ്റ് ഓഫീസുകൾ നടക്കത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ, അതിനേക്കാൾ വളരെ ബാഡ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് പത്രക്കാരായാലും ആരെങ്കിലും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥകളാണ് ഈ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ സൃഷ്ടിക്കുക. ഇതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രസ്താവനകൾക്ക് വഴിവെക്കും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ലീഡർഷിപ്പാണ്, അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം. ആ പ്രാക്ടീസ് ഇല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നെതന്യാഹുവിന്റെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ, നെതന്യാഹു ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖത്താർ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ്. ഈ ഖത്താർ ഗേറ്റ് എന്ന് പറഞ്ഞ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിന്റെ വളരെ വളരെ അടുത്ത ഇന്റലിജൻസ് വിങ്ങിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരെയാണ് ഇപ്പൊ അതിലെ ഫെൽസ്റ്റൈൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ 1.5 വർഷമായിട്ട് തന്നെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ആരോപണത്തിന്റെ പേരിൽ. അന്നൊന്നും ഈ ആർക്കും തന്നെ ഈ വിഷയത്തിലോട് ഇത്രയും ആകാംക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഷിൻബെറ്റിന്റെ ലീഡറെ എടുത്ത് പുറത്താക്കിയ ഉടനെയാണ് ഇപ്പൊ ഈ വക രീതിയിലുള്ള കുറെ ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നെതന്യാഹുവിന്റെ മേളിൽ ഇതിനകത്ത് കുറ്റമുണ്ടെന്ന് ഒരു രീതിയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ പുള്ളിയെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത് ഞാൻ 4 ദിവസത്തിന് മുമ്പ് തന്നെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു സാധ്യത, അതായത് ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിന് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം അവിടെ അതിരൂക്ഷമായി വരുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഷേധമായിരുന്നെങ്കിൽ ഇന്ന് ഇത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, നെതന്യാഹുവിന്റെ ഒരു കേസ് തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു കറപ്ഷൻ കേസ് എന്ന് പറഞ്ഞ ഒരു കേസിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറ്റക്കാരനല്ല, വിധി ഇനി വരേണ്ടതുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് അത് തന്നെയാണ് വിധി. കാരണം ഫുൾ ട്രയൽ നെതന്യാഹു ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പറഞ്ഞത് 10 വർഷത്തെ തലവേദന ഒഴിവായിരിക്കുന്നു എന്നാണ് നെതന്യാഹു അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് കോടതി. ഇതിൽ ഒരു രീതിയിലുള്ള കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഇനി ഒരു കേസും കൂടെ 1000 എന്ന് പറഞ്ഞ നമ്പറിലുള്ള ഒരു കേസ് ഉണ്ട്. അതും വളരെ ചെറിയ കേസാണ്. അപ്പൊ അതിലുപരിയായിട്ട് ഇപ്പൊ പുതിയ ആരോപണം, അതായത് എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മേളിൽ ഒരു ആരോപണം വേണമല്ലോ. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഈ ഖത്താർ ഗേറ്റിന്റെ ആരോപണം നെതന്യാഹുവിന്റെ തലയിലേക്ക് എടുത്തങ്ങ് വെക്കുകയാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രതിഷേധങ്ങളും ചെറിയൊരു പൊളിറ്റിക്കൽ പ്രഷറും ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത്
ഈ ഇടപെട്ട കാലത്തൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇതിനകത്ത് മറ്റു ചില താല്പര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, ഈ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ആൾക്കാർ, അതിലുപരിയായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, അറബ്സ്, ഈ ഗാസയെ ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയുള്ള ഒരു പ്രതിഷേധം, അത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു രോഷപ്രകടനം അവരവിടെ കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഇസ്രായേലിന്റെ ഉള്ളിൽ. അതിലുപരിയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ നെതന്യാഹു ഇപ്പൊ പടിയിറങ്ങും, അല്ലാതെ ഇപ്പൊ രാജിവെക്കും, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ലെബനാൻ ആർമി ഹിസ്ബുള്ളയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് നല്ലതാണ്, ഒരു ഗുഡ് സൈൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ജോസഫ് ആബോ എന്ന് പറഞ്ഞതിന് മുമ്പ് ആർമി ലീഡ് ചെയ്തിരുന്ന വ്യക്തിയാണല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് അവിടെ ലെബനാന്റെ ഉള്ളിൽ. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്തൊരു വിഷയം പറയാനുള്ളത്, ഹിസ്ബുള്ളയെ അത്ര എളുപ്പത്തിൽ ലെബനീസ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. കാരണം അവർ കുറെ കാലം അവിടെ നിന്ന് ഒരുപാട് ജനങ്ങളെയൊക്കെ ഫിനാൻഷ്യലി ആയാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ, തീവ്രവാദ പ്രവർത്തനമാണെങ്കിലും അതിലൂടെ അവർ ഇതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത് അവിടെ. അപ്പൊ അതായത് ഒരു സൈഡിൽ അവർക്ക് തീവ്രവാദം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തന്നെയും മറ്റൊരു സൈഡിൽ അവർ നിത്യേന ഡേ ടു ഡേ അവരുടെ ലൈഫ് അവിടെ മുന്നോട്ട് പോവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ഹിസ്ബുള്ളയിൽ എത്രമാത്രം ആൾക്കാരെ ചേർക്കാം, റിക്രൂട്ട് ചെയ്യാം. അപ്പൊ അതുപോലെ ഹിസ്ബുള്ളയിൽ നിന്ന് ഒരുപാട് ശമ്പളം പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ലെബനാനിൽ നിന്നും ഹിസ്ബുള്ളയെ പറിച്ചെറിയുന്നത്. ഹമാസ് വലിയൊരു അഡ്മിറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താണ് അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ, 72% കൊല്ലപ്പെട്ട ആൾക്കാർ 13 മുതൽ 55 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരുപാട് ഏജ്ഡായ ആൾക്കാരുമല്ല, ഒരുപാട് കുട്ടികളും അല്ല. അതായത് 72% കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ, ഈ ഒരു ജനസൈഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വെറും പച്ച കള്ളങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു പരിധി വരെയുള്ള കുറവ് രേഖപ്പെടുത്തുന്നതാണ് പറയുന്നത്. അപ്പൊ അതായത് ഇതിനു മുമ്പ് ശേഖരിച്ചിരുന്ന ഡേറ്റ ഒക്കെ കുറച്ച് റോങ് ആണ്. അതൊക്കെ കാലിബ്രേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ശരിക്കും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുട്ടികളോ മുതിർന്ന ആൾക്കാരോ അത്രമാത്രം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 72% ഇസ്രായേൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അറ്റാക്ക് ചെയ്തത്. അതാണ് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ അർജന്റ് മിഡിൽ ഈസ്റ്റ് വിസിറ്റ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇറാനുമായിട്ട് മാത്രമല്ല, ശരിക്കും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ല. റഷ്യ ഒരു സൈഡിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിലും എടുത്ത തീരുമാനം ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചൈനയുമായിട്ട് ഓൾറെഡി തന്നെ ട്രേഡ് വാർ നല്ല രീതിയിലുണ്ട്. പിന്നെ അമേരിക്കയുടെ ചുറ്റായി കിടക്കുന്ന മെക്സിക്കോ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും പ്രശ്നത്തിലാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെനീസുല, ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ പണ്ട് തൊട്ടേ അത് അമേരിക്കയ്ക്ക് എതിരെ തന്നെയാണ്. ശരിക്കും ട്രംപ് നോക്കുമ്പോഴത്തേക്കും അമേരിക്ക ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാര്യം അമേരിക്ക എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ ഒഴികെ ബാക്കി ആരും തന്നെ അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല ഉള്ളത് അമേരിക്കയുമായിട്ട്. അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഓൾറെഡി തന്നെ ഇന്ത്യയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇന്ത്യക്ക് താരിഫ് തന്നതിന് വളരെ നന്ദിയുണ്ട് ട്രംപിനോട്. ഇന്ത്യ, അമേരിക്ക ആയാലും റഷ്യ ആയാലും ഏത് രാജ്യമായാലും കുറച്ച് ഒരു ബാലൻസോട് കൂടി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ആരെയും അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെയും വെറുപ്പിക്കുകയോ ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പോളിസിയാണ് ഇന്ത്യയുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ നിലയിലേ നിൽക്കുള്ളൂ. അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റിലും കൂടി ഇപ്പം അറബ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് ഒരു സ്വാധീനക്കുറവ് ഉള്ളതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ആ ഫീലിംഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നേരിട്ട് തന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിസിറ്റിന് ശേഷമായിരിക്കും ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. കാര്യം ഏത് രീതിയിൽ ഇറാനെ ഡീൽ ചെയ്യണം എന്നുള്ളതും കൂടി ഇവരുടെയും കൂടെ സമ്മതം, പ്രധാനമായിട്ട് സൗദി അറേബ്യയുടെ സമ്മതം, ഹൂത്തികളെ ഏത് നിലയിലാണ് ഇതുവരെ അറ്റാക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷനും സൗദി അറേബ്യയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുർക്കിയിൽ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ ഇടയിൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്, ഈ ഓപ്പോസിറ്റ് പാർട്ടികളായിട്ടുള്ള ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നത് ബോയ്കോട്ട് ഷോപ്പിംഗ്, അതായത് സാധനങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്കൊക്കെ ഒരു അനൗൺസ്മെന്റ് കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രഖ്യാപനം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അതൊരു പരാജയമായിരുന്നു. കാര്യം സാധനങ്ങൾ മേടിക്കാതെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാധനങ്ങൾ ആൾക്കാർ മേടിച്ചു. അപ്പൊ ഇതുകൊണ്ട് ബോയ്കോട്ട് ഷോപ്പിംഗ് എന്നുള്ളത് ഒരു പരാജയമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് തുർക്കി മെറ്റ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കമ്പനിക്ക് ഫൈൻ കൊടുത്തിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറുകൾ, വീഡിയോകൾ ഇതൊന്നും തന്നെ പുറത്തു വിടരുത് എന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മെറ്റ അത് കേൾക്കാൻ തയ്യാറായില്ല, കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് സക്കർബർഗിന് ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്, മെറ്റ കമ്പനി, ഫേസ്ബുക്ക് ഓണറിന്. അപ്പൊ അതുപോലെ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് ഇറാന് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമാണ്. ഇറാന് കൊടുത്തിരിക്കുന്ന ഉപദേശം, നിങ്ങൾ ഒരിക്കലും കേപ്പബിൾ ആയിട്ടില്ല മിലിറ്ററി പരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് അമേരിക്കക്കെതിരെ നടത്താൻ ഒട്ടും ഒരു പ്രാപ്തിയുള്ള ഒരു രാജ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സംസാരത്തിലേക്ക്, ടേബിളിലേക്ക് വരിക, ടേബിൾ ചർച്ചയ്ക്ക് തയ്യാറാവുക. അതാണ് എന്തുകൊണ്ടും ഇറാന് നല്ലത് എന്നുള്ളൊരു ഉപദേശം മാക്രോൺ കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് മാക്രോൺ കൊടുക്കുന്ന നല്ലൊരു ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആയത്തുള്ള ഖമനേയി പറഞ്ഞിരിക്കുന്നത്, ഇറാന്റെ ഉള്ളിൽ ഒരു പ്രതിഷേധം, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് സുന്നി വിഭാഗത്തിൽപ്പെട്ട
ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവണം, അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് നെഗോസിയേഷന് പോകണം എന്നുള്ളത്. അപ്പൊ അതിന് ഇതുവരെ ഖമനേയിയുടെ ഭരണകൂടം തയ്യാറായിട്ടില്ല. പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രതിഷേധം രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ആയത്തുള്ള ഖമനേയി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെല്ലാം നല്ല രീതിയിലുള്ള അലേർട്ട് കൊടുത്തിരിക്കുകയാണ് ഇറാന്റെ ഉള്ളിൽ. ഈദ് ഉൽ ഫിത്തർ, അതായത് ഈ ഒരു പെരുന്നാളിന്റെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഉള്ളിൽ ഒരു പ്രൊട്ടസ്റ്റിനുള്ള സാധ്യത രൂപപ്പെട്ടു വന്നതായിട്ടും ചെറിയ തോതിൽ അതിനെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇറാൻ 2 ടാങ്കർ ഷിപ്പുകൾ ഒരു 3 ദിവസത്തിന് മുമ്പായിട്ട് സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു അമേരിക്ക ആക്രമിക്കുമെന്ന് ശക്തമായ ഒരു പ്രഖ്യാപനം അതിനെ തുടർന്നാണ് ഇവർ 2 ഷിപ്പുകളെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയത്. അപ്പൊ ഇത് ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇവർ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അത് വളരെ നിർണായകമായിട്ടുള്ള ലൊക്കേഷൻ. വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് ഇങ്ങനെ ഷിപ്പിനെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇവർ ശരിക്കും പറഞ്ഞാൽ കടൽ കൊള്ളക്കാരന്മാരാണ്, പൈറേറ്റ്സ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. അഥവാ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 28 പേര് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ഈ ഷിപ്പിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഏത് രാജ്യക്കാരാണ്, ഏതാണെന്ന് ഒരു വിവരമില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അതായത് അവനെ കൊണ്ട് ഒന്നും കഴിയില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ പിടിച്ചോണ്ട് പോകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയായിട്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവനെയൊക്കെ അടിച്ചൊരു മൂലയിൽ ഒതുക്കണം എന്ന് പറയുന്നത്. ഇതാണ് തീവ്രവാദം. ഈ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥ തീവ്രവാദ സ്വഭാവം. ഇടയ്ക്കിടയ്ക്ക് ഉമാരുടെ തലച്ചോറ് ഇങ്ങനെ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. എല്ലാം വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ വിഷയങ്ങളിലും നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സമഗ്രമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾക്ക് പറയണോ അതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.